പുരുഷവന്ധ്യതയിൽ പ്രധാനമായിട്ടും അത് സ്പേം അല്ലെങ്കിൽ പുരുഷ ബീജാണുക്കളുടെ പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഉദാഹരണത്തിന് സ്മോക്കിംഗ് ഇതിനെ ബാധിക്കുന്ന ഒന്നാണ്. പിന്നെ പൊള്യൂഷൻ, ഇവിടെ നമ്മൾ സ്പെംസിനെ സെലക്ട് ചെയ്തിട്ട് നമ്മളത് കൃത്യമായിട്ട് ഗർഭപാത്രത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്യും. അതൊരു ഔട്ട് പേഷ്യൻ്റ് പ്രൊസീജിയറാണ്. പേഷ്യൻ്റ് അഡ്മിറ്റായിട്ട് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം അവർക്ക് വീട്ടിൽ പോയിട്ട് സാധാരണ പ്രവർത്തികളിൽ ഏർപ്പെടാം. ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് KU കുഞ്ഞുമൊയ്തീൻ ഡോക്ടറാണ്. ഡോക്ടർ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഇൻ ബിർള ഫെർട്ടിലിറ്റി, പെരിന്തൽമണ്ണ ആൻഡ് കോഴിക്കോട്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മെയിൽ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ചാണ്. മെയിൽ ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യം ചെയ്തൊരു കാര്യമാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ മെയിൽ ഇൻഫെർട്ടിലിറ്റി വരുമ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു പറയാറുണ്ട്. എന്താണ് ഡോക്ടർ ഈ മെയിൽ ഇൻഫെർട്ടിലിറ്റി? മെയിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പുരുഷവന്ധ്യത എന്ന് പറയുന്നത് ഒരു കപ്പിളിന്, ഒരു ദമ്പതികളിൽ ഇൻഫെർട്ടിലിറ്റി വന്ധ്യത വരുമ്പോൾ അത് ചിലപ്പോൾ പുരുഷൻ്റെ കാരണം കൊണ്ടാവാം, അല്ലെങ്കിൽ സ്ത്രീയുടെ കാരണം കൊണ്ടും ആകാം. പക്ഷേ പുരുഷവന്ധ്യത പലപ്പോഴും വേണ്ടത്ര പരിഗണന കിട്ടാത്ത ഒരു വിഷയമാണ്. പലപ്പോഴും വന്ധ്യതയ്ക്ക് സ്ത്രീകളെ മാത്രം കുറ്റം പറയുന്ന ഒരു, നമ്മൾ എത്ര അഡ്വാൻസ്ഡ് ആണെങ്കിലും സ്ത്രീകളെ മാത്രം കുറ്റം പറയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ നമ്മളിൽ നിലനിൽക്കുന്നുണ്ട്. പുരുഷവന്ധ്യത പക്ഷേ ഏകദേശം 40 മുതൽ 50% വരെ ദമ്പതികളിൽ അത് പുരുഷന്മാരുടെ കാരണങ്ങൾ കൊണ്ട് ആകാം. അപ്പം അത് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് പുരുഷവന്ധ്യത. അപ്പോൾ ഈ പുരുഷവന്ധ്യത എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു മോട്ടിലിറ്റിയിൽ വരുന്ന വ്യത്യാസമാണോ? എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? പുരുഷവന്ധ്യതയിൽ പ്രധാനമായിട്ടും അത് സ്പേം അല്ലെങ്കിൽ പുരുഷ ബീജാണുക്കളുടെ പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിൽ ഉപരിയായിട്ട് പുരുഷന് കൃത്യമായ ഇടവേളകളിൽ അല്ലെങ്കിൽ ഓവുലേഷൻ്റെ സമയത്ത് പുരുഷന് സ്ത്രീയുമായിട്ട്, വൈഫുമായിട്ട് ബന്ധപ്പെടാനുള്ള കപ്പാസിറ്റിയൊക്കെ വേണം. അത് കഴിഞ്ഞാൽ അടുത്ത പ്രധാന ഘടകമാണ് പുരുഷ സ്പേം അല്ലെങ്കിൽ ബീജങ്ങളുടെ പരിശോധന. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന് പുരുഷ ബീജാണുക്കളുടെ എണ്ണം, മറ്റൊന്ന് പുരുഷ ബീജാണുക്കളുടെ ചലനശേഷി. കാരണം വെച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പുരുഷ ബീജാണുക്കൾ യോനിയിൽ നിന്നും ഗർഭപാത്രത്തിലൂടെ അണ്ടവാഹിനിക്കുഴലിലൂടെ അണ്ടാശയത്തിൻ്റെ അടുത്തേക്ക് എത്തണം. അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്പീഡ് വേണം. അത് കൃത്യമായ ഇടവേളകളിൽ അത് ആ പീരീഡിനുള്ളിൽ തന്നെ അത് ചലിച്ചിരിക്കണം. അപ്പോൾ അതിനെയാണ് മോട്ടിലിറ്റി അല്ലെങ്കിൽ ചലനശേഷി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് നല്ല ബീജാണുക്കൾ, നോർമലായിട്ട് ഗർഭധാരണത്തിന് സാധ്യതയുള്ള ബീജാണുക്കളുടെ എണ്ണം. ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് പുരുഷ ബീജാണുക്കളുടെ കൗണ്ടിങ്. എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു സാധനമാണ് കൗണ്ട് എന്നുള്ളത്. അത് 1 ml പുരുഷ ശുക്ലത്തിൽ ഏകദേശം 15 ദശലക്ഷം ബീജാണുക്കളെങ്കിലും വേണം, ഏറ്റവും കുറഞ്ഞത്. മറ്റൊന്ന് അതിൻ്റെ ചലനശേഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ഫോർവേഡ്, പെട്ടെന്ന് മുന്നോട്ട് പോകുന്ന ചലനശേഷി. അത് ഏകദേശം 32% ബീജാണുക്കളെങ്കിലും വളരെ വേഗം മുന്നോട്ട് നീങ്ങുന്ന ബീജാണുക്കൾ ആയിരിക്കണം. മറ്റൊന്നാണ് നോർമൽ ബീജാണുക്കൾ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിൻ്റെ ഘടന, പുരുഷ ബീജാണുക്കൾക്ക് അതിനൊരു ഹെഡ് ഉണ്ട്, നെക്ക് ഉണ്ട്, ബോഡി ഉണ്ട്, ടെയിൽ പീസ് ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഘടനയുള്ള ബീജാണുക്കളെയാണ് നമ്മൾ നോർമൽ മോർഫോളജിക്കൽ സ്പെംസ് എന്ന് പറയാം. അപ്പോൾ ഇത് ഏകദേശം വളരെ സ്ട്രിക്റ്റ് ക്രൈറ്റീരിയ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 തരത്തിൽ ക്രൈറ്റീരിയ ഉണ്ട്. അതായത് നമ്മൾ സാധാരണ ലാബറട്ടറിയിലൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്രൈറ്റീരിയയും, പിന്നെ IVF ഒക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ലാബുകളിൽ ചെയ്യുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. കാരണം ഇത് ചെയ്യുന്നതിനുള്ള കൗണ്ടിങ് ചേമ്പറുകൾ വ്യത്യസ്തമാണ്. മക്കലേഴ്സ് ചേമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ചേമ്പറിൽ വെച്ചിട്ടാണ് സ്പെർമിനെ വളരെ കൃത്യമായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിൽ നോർമൽ മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സ്പെർം എടുത്താൽ അതിൽ 4% എങ്കിലും വളരെ കൃത്യമായിട്ടുള്ള മോർഫോളജി ആണെങ്കിൽ മാത്രമേ എത്ര കൗണ്ട് ഉണ്ടെങ്കിലും എത്ര മോട്ടിലിറ്റി ഉണ്ടെങ്കിലും അത് ഗർഭധാരണത്തിന് ആ സ്പെർമുകൾ സഹായിക്കുള്ളൂ. പിന്നെ മറ്റൊന്ന് അളവുണ്ടായിരിക്കണം, വേണ്ടത്ര അളവുണ്ടായിരിക്കണം, നല്ല അതുകൊണ്ട് എത്തുള്ളൂ. അത് അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഒരു 1.5 ml 1.5 ml അതിൽ കൂടുതലായിരിക്കണം. പിന്നെ ഈ സെമൻ പുരുഷ ശരീരത്തിൽ നിന്ന് പോരുമ്പോൾ ഒരു സെമി സോളിഡായിട്ട് സെമി ലിക്വിഡാണ്. അത് വളരെ ലിക്വിഫൈ ചെയ്ത് വെള്ളം മാതിരി ആവണം. അതിനാണ് ലിക്വിഫാക്ഷൻ. അത് എത്ര മണിക്കൂറിലാണ്? അതൊരു 20 മിനിറ്റിനുള്ളിലാണ് പറയാ, പക്ഷെ ഒരു 30 മിനിറ്റ് വരെയൊക്കെ നോർമലാണ്.
പിന്നെ അണുബാധകളുടെ അടയാളങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. പസ് സെൽസ് എന്ന് പറയും. അങ്ങനെ പസ്സുള്ള കോശങ്ങളൊന്നും അതിൽ കാര്യമായിട്ട് ഉണ്ടാവാൻ പാടില്ല. വളരെ കുറച്ചൊക്കെ ഉണ്ടാവും, എന്നാലും പക്ഷേ ഒരു പരിധിയിൽ അധികം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ഉള്ളൊരു സാധനമാണ് നോർമൽ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും അബ്നോർമൽ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമായില്ലേ. അപ്പോൾ അതാണ് ഡോക്ടർ. അപ്പോൾ ഈ 15 മില്യൺ, മിനിമം 15 മില്യൺ വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണോ ആ എല്ലാ സ്പേംസും? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം വെച്ചാൽ 15 മില്യൺ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്പേംസിന്റെ കൗണ്ടാണ്. അതിൽ 32% വളരെ സ്പീഡിൽ മുന്നോട്ട് പോകേണ്ടത്. ബാക്കിയുള്ളതിന് മോട്ടിലിറ്റി എന്തായാലും, കാരണം വെച്ച് കഴിഞ്ഞാൽ സ്പേം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും നടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ എല്ലാം ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കില്ല. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് സ്പേംസ് ചിലപ്പോൾ വളരെ ഫ്രഷ് ആയിരിക്കും, മറ്റത് കുറച്ച് ദിവസം ഓൾഡ് ഉള്ളതായിരിക്കും. അപ്പോൾ അതിൽ 32% മുന്നോട്ട് നീങ്ങുന്ന ചലനശേഷിയുള്ള സ്പേംസ് ആയിരിക്കണം. കൂടാതെ അതിൽ നേരത്തെ ആദ്യം പറഞ്ഞ മാതിരി 4% 100 സ്പേംസ് എടുത്താൽ 4 അതായത് 4% വളരെ സ്ട്രിക്റ്റ് ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ നല്ല സ്പേംസ് ആയിരിക്കണം. 4ൽ താഴെയാണെങ്കിൽ അതൊരു ക്രിട്ടിക്കൽ കാര്യമാണ്. ഓക്കെ ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ? ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഈ സ്പേം ക്വാളിറ്റി ഒക്കെ കുറവ്, അതായത് ഈ 15 മില്യണിൽ നിന്ന് താഴെ ആവുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്? ട്രീറ്റ്മെന്റ് ഒരു ഘടകമാണ്, പക്ഷേ അത് നമുക്ക് എങ്ങനെ തടയാം എന്നുള്ളതും കൂടെ, പ്രിവെൻഷൻ കൂടെ അതിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന കാരണങ്ങൾ ഒഴിവാക്കലാണ് നമ്മൾ എപ്പോഴും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആദ്യം പേഷ്യന്റിനെ കൗൺസിൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു മെഡിസിൻ കൊടുക്കുന്നതിനേക്കാളും നാച്ചുറലി എന്തൊക്കെ ലൈഫ് സ്റ്റൈലിൽ ഒരു മോഡിഫിക്കേഷൻ വരാം. ഉദാഹരണത്തിന് സ്മോക്കിംഗ് ഇതിനെ ബാധിക്കുന്ന ഒന്നാണ്. പിന്നെ പൊള്യൂഷൻ. ഇപ്പോൾ പൊള്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മളെല്ലാവരും പൊള്യൂട്ടഡ് എൻവിറോൺമെൻറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പൊള്യൂട്ടഡ് എൻവിറോൺമെൻറ്റിൽ നമുക്ക് എങ്ങനെ പൊള്യൂഷനെ നമുക്ക് എഫക്റ്റ് ചെയ്യാതിരിക്കാന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ചുള്ള മാസ്കുകൾ ഉപയോഗിക്കാം. ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവരും ജീവിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ജനറലി ഇപ്പോൾ ഡൽഹി മാതിരിയുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര പൊള്യൂഷനാണ് അല്ലേ, യു കനോട്ട് സീ ദ പീപ്പിൾ ഇൻ ഫ്രണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും റൂം ഫിൽറ്റേഴ്സൊക്കെ PM2.5 വരെയൊക്കെയുള്ള റൂം ഫിൽറ്റേഴ്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് നേരത്തെ പറഞ്ഞ സ്മോക്കിംഗ്, കൃത്യമായിട്ടുള്ള ഉറക്കം. ഈ ഉറക്കം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ. കാരണം വെച്ചാൽ നമ്മളുടെ സൺലൈറ്റ് പോയി നമ്മൾ ഡാർക്ക്നെസ് ആയി കുറച്ച് കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ വ്യവസ്ഥകളൊക്കെ അതിനായിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്നതൊക്കെ ഇതിന് വളരെ കാര്യമായിട്ട് ബാധിക്കും. ഇപ്പോൾ ഇത് ഇന്നത്തെ ഒരു ന്യൂജൻ സിസ്റ്റത്തിൽ ലേറ്റായിട്ട് ഉറങ്ങുക എന്നുള്ളതൊരു നോമാണത്. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ്. പിന്നെ വളരെ ലേറ്റായിട്ട് എഴുന്നേൽക്കുക. പക്ഷേ അത് നമ്മളുടെ സർക്കാഡിയൻ റിതം എന്ന് പറഞ്ഞിട്ട് സൺലൈറ്റിനനുസരിച്ചിട്ട് നമ്മൾ ബോഡിയിൽ സെറ്റായിട്ടുണ്ടൊരു സാധനം. അപ്പോൾ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാതെ വരുമ്പോൾ ഈ ഹോർമോൺ പ്രവർത്തനങ്ങളൊക്കെ തകരാറിലാവുകയും അപ്പോൾ നമ്മൾ അത് ഈ ബീജാണുക്കളുടെ പ്രവർത്തനത്തെയും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതോടൊപ്പം തന്നെ ഇതിനെ അത് ബാധിക്കാം. അപ്പോൾ നമ്മൾ പലപ്പോഴും ആ സ്ലീപ്പ് പാറ്റേൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. കൃത്യമായിട്ടുള്ള എക്സർസൈസ്, അതായത് കൃത്യമായിട്ടുള്ള ഡയറ്റ് പാറ്റേൺ. അപ്പോൾ ഈ അമിത കൊഴുപ്പുകളും പൂരിത ഘടകങ്ങളൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കി കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള വ്യായാമമൊക്കെ ചെയ്ത് ഡയറ്റ് കൺട്രോൾ ചെയ്ത് ഒബീസിറ്റി അമിതവണ്ണമുള്ളവർ അത് കൺട്രോൾ ചെയ്ത്, കാരണം അമിതവണ്ണവും പുരുഷവന്ധ്യതയും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അമിതവണ്ണമുള്ളവരിൽ ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കുറഞ്ഞ് അത് പുരുഷ ബീജാണുക്കളുടെ ഉൽപ്പാദനത്തെയും ക്വാളിറ്റിയെയും ഗുണങ്ങളെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ എക്സസ് വെയിറ്റ്, കൂടുതലുള്ള ബോഡി വെയിറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യണം, വ്യായാമം ചെയ്യുക, പൊല്യൂഷൻ ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം കൊടുക്കുന്ന അഡ്വൈസുകൾ. ഇതൊക്കെ വളരെ സ്മോക്കിംഗ് നിർത്താതെ അല്ലെങ്കിൽ മദ്യപാനം നിർത്താതെ മറ്റു അഡിക്ഷൻസ് നിർത്താതെ നമ്മൾ കുറേ മരുന്ന് കൊടുക്കുകയോ മറ്റ് ഏറ്റവും അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുകയോ ഒന്നും ഒരു ശരിയായ രീതിയല്ല. കാരണം എന്ന് വെച്ചാൽ അവർക്കറിയാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ളൊരു അറിവില്ലാതെ ആയിരിക്കും പലപ്പോഴും ഇതൊക്കെ കറക്റ്റ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള അറിവ് കൊടുത്ത് അവരെ സെറ്റാക്കലാണ് ഫസ്റ്റ് പാർട്ട്. പിന്നെ പറയാറുണ്ട് ഈ മൊബൈൽ യൂസ്, അതായത് മൊബൈൽ ഇപ്പോൾ നമ്മുടെ പാൻസിന്റെ പോക്കറ്റിൽ ഇടുന്നത് പ്രശ്നമാണ്. അതുപോലെ തന്നെ തലയ്ക്ക് മേളിലോട്ട് മൊബൈൽ വെച്ച് കിടന്നാൽ അത് പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ഈ ഇൻഫെർട്ടിലിറ്റിയെ ബാധിക്കും? മൊബൈലിനെ കുറിച്ചിട്ട് കുറേ അങ്ങനത്തെ കഥകളുണ്ട്, പക്ഷേ പലതും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. പല സോഷ്യൽ മീഡിയയിലും പലതും വരുമല്ലോ. പക്ഷേ മൊബൈൽ ഫോൺ നമ്മൾ ആക്റ്റീവായിട്ട് മൊബൈൽ ഫോൺ പോക്കറ്റിൽ പാൻസിൻ്റെ പോക്കറ്റിൽ കൂടുതൽ നേരം ഇരിക്കുകയാണെങ്കിൽ അത് ഒരു റേഡിയേഷനേക്കാളും അത് ഹീറ്റാണ് ഉണ്ടാക്കുന്നത്. ആക്റ്റീവായിട്ടുള്ള ഫോൺ പലപ്പോഴും, കാരണം വെച്ചാൽ നമ്മൾ കോൾ ചെയ്യുന്നെങ്കിലെങ്കിലും മൊബൈൽ ഫോൺ ബാക്ക്ഗ്രൗണ്ടിൽ ആക്റ്റീവായിരിക്കും.
പല അപ്ഡേഷൻസും സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസും ഒക്കെ ആയിട്ട് മൊബൈൽ ഫോൺ വിൽ ബി വെരി ആക്റ്റീവ്. മുമ്പത്തെ ഫോൺ മാതിരിയല്ലല്ലോ, സ്മാർട്ട് ഫോൺ വിൽ ബി വെരി ആക്റ്റീവ് ഓൾ ദ ടൈം. അപ്പോൾ അത് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓൾറെഡി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളും അണ്ടർവെയറൊക്കെ ഉപയോഗിക്കാം, മൊബൈൽ ഫോൺ അതിൻ്റെ കൂടെ ഹീറ്റ് ആയിട്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ബാധിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ഡോക്ടറെ, ഇപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇതൊന്നും ചെയ്തിട്ടും ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇതിന് കാരണമായിട്ടുള്ള മെഡിക്കൽ കാരണങ്ങളുണ്ടോ നോക്കും. ഉദാഹരണത്തിന് തൈറോയിഡിൻ്റെ അസുഖം, അല്ലെങ്കിൽ ശരീരത്തിൽ വാരിക്കോസീൽ എന്ന് പറഞ്ഞിട്ട് വൃഷത്തിന് ചുറ്റുമുള്ള വൃഷസഞ്ചിക്ക് ചുറ്റുമുള്ള ധമനികൾ തടിച്ചു നിൽക്കുന്നതിനാണ് വാരിക്കോസീൽ എന്ന് പറയാം. അപ്പോൾ അത് ചില ആൾക്കാരിൽ, ഒരു 30% ആൾക്കാരിൽ അത് സ്പേമിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ബീജാണുക്കളുടെ എണ്ണം കുറയ്ക്കാം, ചലനശേഷി കുറയ്ക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മളത് കറക്റ്റ് ചെയ്യണം, സർജിക്കലായിട്ട് കറക്റ്റ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് അടുത്തത് നമ്മൾ കൊടുക്കുന്നത് മരുന്നുകളാണ്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകൾ നമ്മൾ 2-3 മാസം ട്രൈ ചെയ്യും. പലപ്പോഴും നമ്മൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടേ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആൾക്കാർ വരിക. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് വീണ്ടും അത് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഒരു ഭാഗികമായിട്ടുള്ള കുറവ് മാത്രമാണ് ഉള്ളത്. വൈഫിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് അണ്ടവാഹിനിക്കുഴൽ ബ്ലോക്ക് പോവാം, ഓവുലേഷനോ കറക്റ്റൊക്കെയാണ് എങ്കിൽ നമ്മൾ IUI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യും. IUI എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അതായത് നമ്മൾ ശുദ്ധീകരിച്ച പ്രോസസ്സ് ചെയ്ത ഹസ്ബൻഡിൻ്റെ ബീജാണുക്കളെ ഓവുലേഷനോട് ഏറ്റവും അടുത്ത സമയത്ത് ഗർഭപാത്രത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിനാണ് IUI എന്ന് പറയാം. സാധാരണ നാച്ചുറലായിട്ട് ഗർഭധാരണത്തിന് ശ്രമിക്കുന്നതിനേക്കാളും ഒരു 3 മടങ്ങ് സാധ്യത IUI ചെയ്യുമ്പോൾ ഉണ്ടാവും. പക്ഷേ ഈ ക്വാളിറ്റി ഉള്ള സ്പേംസിനെ മാത്രം മോട്ടിലിറ്റി ഉള്ളത്, പിന്നെ അതിലത്തെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയും. ഇത് മറ്റേ അല്ലാതെ ബന്ധപ്പെടുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടി തടസ്സം ചെയ്ത് അങ്ങനെ കാരണം ഒരു സെലക്ഷൻ ഇല്ലല്ലോ, എല്ലാം കൂടി പോവുകയല്ലേ. ഇവിടെ നമ്മൾ സ്പേംസിനെ സെലക്ട് ചെയ്തിട്ട് നമ്മളത് കൃത്യമായിട്ട് ഗർഭപാത്രത്തിൽ ഇഞ്ചെക്ട് ചെയ്യും. അതൊരു ഔട്ട് പേഷ്യൻ്റ് പ്രൊസീജിയറാണ്. പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ട് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം അവർക്ക് വീട്ടിൽ പോയിട്ട് സാധാരണ പ്രവർത്തികളിൽ ഏർപ്പെടാം. ഇത് നമുക്ക് പലപ്പോഴും ചെറിയൊരു ട്രീറ്റ്മെൻറ്റാണ്, സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ഇപ്പോൾ നടക്കുന്നത് 5-10 തവണയൊക്കെ ഇത് ചെയ്ത് നോക്കും. പക്ഷേ മാക്സിമം ഒരു 3-4 തവണ മാത്രമേ ഇത് ചെയ്യുന്നതിൽ പ്രസക്തിയുള്ളൂ. അതിനുശേഷം ഇതിന് കാര്യമായിട്ട് റിസൾട്ടുകളൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ 3-4 മാക്സിമം, അത് ഏജിനനുസരിച്ചിരിക്കും. ഒരു 35-40 വയസ്സുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ 3-4 തവണ ട്രൈ ചെയ്യാനുള്ള സമയം അവർക്ക് പ്രായോഗികമായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് പറയുന്നതാണ് IVF അല്ലെങ്കിൽ ICSI ചികിത്സ എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രധാന ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റിൽ ICSI ട്രീറ്റ്മെൻറ്റ്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും നല്ല സ്പേമിനെ അണ്ടാശയത്തിൽ നിന്ന് എടുക്കുന്ന അണ്ടത്തിലേക്ക് കുത്തിവെക്കുന്ന രീതിയാണ് ICSI എന്ന് പറയുന്നത്. അതിൽ ആക്ച്വലി ICSI ട്രീറ്റ്മെൻറ്റ് തന്നെ പുരുഷവന്ധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ അത് ഉപയോഗിച്ച് തുടങ്ങിയത്. അതിൻ്റെ ഏറ്റവും പ്രധാന ഗുണം എന്ന് വെച്ചാൽ എത്ര കുറവ് സ്പേം ആണെങ്കിലും, അതിൽ വളരെ കുറഞ്ഞ് നമുക്ക് വിരലിൽ എണ്ണാവുന്ന സ്പേം ആണെങ്കിൽ പോലും ആ സ്പേമിനെ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് ICSI ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അത് സ്വാഭാവിക രീതിയിൽ നാച്ചുറലോ അല്ലെങ്കിൽ IUI രീതിയിലോ ഗർഭധാരണത്തിന് സാധ്യതയില്ലാത്തവരായിരിക്കും. ഇനി അത് പോട്ടെ, ബീജാണുക്കളുടെ കൗണ്ട് 0 ആയിട്ടുള്ള കുറേ അതിനെയാണ് നമ്മൾ അസൂസ്പെമിയ എന്ന് പറയാം. സ്പേം ഒട്ടുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വൃഷത്തിൻ്റെ അകത്ത് സ്പേം ഉണ്ടോ എന്ന് നോക്കും. ആ സ്പേം ഉണ്ടെങ്കിൽ അതിനെ മാത്രം വൃഷത്തിൽ നിന്നുള്ള ആ സ്പേമിനെടുത്ത് ഈ അണ്ടാശയത്തിൽ സർജറി വഴിയാണ് എടുക്കുന്നത്. അതൊരു വളരെ മൈനർ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ടീസ, മൈക്രോടീസ എന്നൊക്കെ പറയുന്നത്. അതിൽ മൈക്രോടീസ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഗുരുതരമായിട്ട് സ്പേം ഇല്ലാത്തവർക്ക് നമ്മൾ അനസ്തീഷ്യ കൊടുത്തിട്ട് കുറച്ച് അധികം സമയം എടുക്കുന്ന പ്രൊസീജിയറാണ്. ടീസ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിക്കുലർ സ്പേം എക്സ്ട്രാക്ഷൻ, അത് വളരെ ഫ്യൂ മിനിറ്റ്സ് മാത്രം എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന സ്പേമിനെ എടുത്തിട്ട് നമ്മൾ ഈ ഓവറിൽ അണ്ടാശയത്തിൽ നിന്നും ഉള്ള എഗ്ഗ്, അതിനാണ് നമ്മൾ മെഡിക്കലായിട്ട് അതിനെ ഊസൈറ്റ് എന്ന് പറയും, അതിലേക്ക് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യും. ആ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നും വിരിയുന്ന ഭ്രൂണങ്ങളെ നമ്മൾ പിന്നെ നിശ്ചിത വളർച്ച എത്തിക്കഴിഞ്ഞാൽ 3 മുതൽ 5 ദിവസം വരെ വളർച്ച എത്തിയാൽ നമ്മൾ യൂട്രസിൽ തിരികെ നിക്ഷേപിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. ഈ അസൂസ്പെമിയ ഉള്ള ഒരാൾക്ക് മെഡിസിനേറ്റഡ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്? അസൂസ്പെമിയ വളരെ ഒരു ചെറിയ വിഭാഗം ആൾക്കാർക്ക്, കാരണം വൃഷണത്തിൻ്റേതായാലും അണ്ടാശയത്തിൻ്റേതായാലും ഈ പ്രവർത്തനമെല്ലാം ശരീരത്തിൽ നിയന്ത്രിക്കുന്നത് തലച്ചോറിൽ നിന്നുള്ള, അതായത് നമ്മുടെ തലച്ചോറിൻ്റെ പിൻഭാഗത്തുള്ള പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞ ഗ്രന്ഥി എന്നാണ്.
അപ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഈ അണ്ടാശയത്തിനെയും വൃഷണത്തിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഹോർമോണുകൾ കുറവുള്ള ആൾക്കാർ പിറ്റ്യൂട്ടറിയിലെ ബാധിക്കുന്ന പലപ്പോഴും ജന്മനാ ഉള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഈ ഹോർമോണുകൾ വരാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഹൈപ്പോഗൊണാട്രോപിക് ഗൊണാഡിസം എന്ന് പറയും. അതായത് വേണ്ടത്ര ഹോർമോൺ ഉദ്ദീപിപ്പിക്കാൻ ടെസ്റ്റിസിന് ഇല്ല, ടെസ്റ്റിസിന് അത് കിട്ടുന്നില്ല, അതിൻ്റെ ഫ്യൂവൽ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഹോർമോണുകൾ നമ്മൾ മെഡിസിനായിട്ട് കൊടുക്കാൻ പറ്റും. ആ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമേ കൗണ്ട് 0 ആണെങ്കിൽ മരുന്നുകൾ കൊണ്ട് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് ഒരു 10 മുതൽ 15% ആൾക്കാർ മാത്രമേ ഉള്ളൂ, വളരെ കുറഞ്ഞൊരു ശതമാനം ആൾക്കാരാണ്. ബാക്കിയെല്ലാം ഒരു പ്രധാന വിഭാഗം വേണ്ടത്ര ഹോർമോണുകളുണ്ട്, വൃഷണത്തിന് വലുപ്പമുണ്ട്, എന്നിട്ടും അത് പ്രവർത്തിക്കുന്നില്ല എന്നൊരു വിഭാഗമാണ്. പക്ഷേ വളരെ ചെറിയൊരു വിഭാഗം വീണ്ടും ഒരു 20-25% ആൾക്കാർ വളരെ ചുരുങ്ങിയ വൃഷണമായിരിക്കും. അതായത് വൃഷത്തിൽ നമ്മൾ ചെറുപ്പത്തിലുണ്ടാവുന്ന മംസ്, ഈ മുണ്ടുവീക്കം എന്നൊക്കെ പറയും, അത്തരത്തിലുള്ള വൈറൽ അണുബാധകൾ, അല്ലെങ്കിൽ ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ വൃഷത്തിൻ്റെ പ്രവർത്തനശേഷി പറ്റേ നശിച്ചു പോകും. അപ്പോൾ അവർക്ക് നമ്മൾ വൃഷത്തിൻ്റെ അകത്തു നിന്നും സ്പേം കിട്ടില്ല. സ്പേം കിട്ടാത്ത ഒരു വിഭാഗം ആൾക്കാരാണ്. വളരെ ചെറിയ വൃഷണങ്ങളായിരിക്കും അവർക്ക്. അപ്പോൾ ഈ പിറ്റ്യൂട്ടറി എന്നുള്ള ഹോർമോൺ എത്ര അധികം കൊടുത്താലും ശരീരം തന്നെ ശ്രമിച്ചാലും വൃഷണം പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ സ്പേം അകത്തും ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും എവിടെന്നെങ്കിലും സ്പേം കിട്ടണ്ടേ അല്ലേ? അപ്പോൾ ശരീരത്തിൽ സ്പേം ഉള്ള ഒരു സ്ഥലം വൃഷണം മാത്രമാണ്. അപ്പോൾ ആ സ്പേം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ളവർക്ക് പിന്നെ ചെയ്യാൻ നമുക്ക് ഡോണർ സ്പേം ബാങ്കുകളുണ്ട്, സ്പേം ബാങ്ക് ഉണ്ട്. അപ്പോൾ സ്പേം ബാങ്കിൽ നിന്നുള്ള നമ്മൾ ബ്ലഡ് ഗ്രൂപ്പും ബാക്കി കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള സ്പേംസ് യൂസ് ചെയ്യാണ് അതിൽ പതിവ്. ഓക്കെ, അങ്ങനെ ഒന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ അല്ലേ? പക്ഷേ എന്ന് വെച്ചാൽ അത് 25% എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ജനസംഖ്യ എടുക്കുമ്പോൾ ഒരു 6 കപ്പിളിൽ ഒരാൾക്ക് ഇൻഫെർട്ടിലിറ്റി വരുന്നു എന്നുള്ളതാണ് കണക്ക്. അതിൽ പകുതി ശതമാനം ആൾക്കാർക്കും മെയിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. അതിലത്തെ ഒരു 20% ആൾക്കാർക്ക് ഇത്തരത്തിൽ, പുരുഷന്മാർക്ക് ഇത്തരത്തിൽ അവസ്ഥ ഉണ്ടാവാം. പക്ഷേ അത് വളരെ ശാസ്ത്രീയമായിട്ട് കൃത്യമായ നിബന്ധനകളോടുകൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ART ആക്ടിൻ്റെ പ്രകാരം പ്രവർത്തിക്കുന്ന സ്പേം ബാങ്കുകളിൽ നിന്ന് അത് വളരെ സുരക്ഷിതമാണ്. അത് കൃത്യമായ നിയമവ്യവസ്ഥകളോടുകൂടി ചെയ്യണമെന്ന് മാത്രം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് എല്ലാ സ്ഥലത്തും പോയി സ്പേം കൊടുക്കാനൊന്നും ഇന്നത്തെ നിയമത്തിൽ പറ്റില്ല. ഒരാൾക്ക് ഒരു തവണയെ കൊടുക്കാൻ പറ്റും. അപ്പോൾ മെയിൽ ഫെർട്ടിലിറ്റിയുടെ എല്ലാ ഡൗട്ട്സും ഇതുവഴി ക്ലിയർ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും എത്താം.